ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം സ്പെഷ്യൽ കൗൺസിൽ ചേരുമെന്ന് നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് നഗരസഭാ കൗൺസിൽ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡുമായി ഉള്ള വിഷയമാണ് ഇന്നത്തെ ഒരു പ്രധാന അജണ്ടയായിട്ട് ചർച്ചയ്ക്കെടുത്തത്. കഴിഞ്ഞ കൗൺസിലിൽ സെക്രട്ടറിയെ ഈ വിഷയം രണ്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ രണ്ട് പ്ലാനും താരതമ്യ പഠനം നടത്തിയപ്പോൾ ചില സാമ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും അതിൻ്റെ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് രണ്ടുപേരുമായി ഒരു മധ്യസ്ഥ ശ്രമം സെക്രട്ടറി മുഖേന നടത്താനും ഒരാളെ പിൻവലിച്ച് എത്രയും പെട്ടെന്ന് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള താല്പര്യമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് സെക്രട്ടറിയുടെ മധ്യസ്ഥ ശ്രമത്തിൻ്റെ റിപ്പോർട്ട് ചർച്ചയ്ക്കെടുക്കുക എന്ന് മാത്രമാണ് ഇന്നത്തെ അജണ്ടയിൽ ഉൾപ്പെട്ടിരുന്നത്. ആ മധ്യസ്ഥ ശ്രമത്തിൻ്റെ റിപ്പോർട്ട് ഇന്ന് സെക്രട്ടറി ചർച്ചയ്ക്കെടുത്തു. അത് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. ഇനി അടുത്ത് അധികം താമസിയാതെ ഒരു സ്പെഷ്യൽ കൗൺസിൽ അത് മാത്രം അജണ്ട വെച്ചുകൊണ്ട് സ്പെഷ്യൽ കൗൺസിൽ കൂടി തീരുമാനമെടുക്കുന്നതാണ്. തുടർ നടപടികൾക്ക് സെക്രട്ടറിയെ കൗൺസിൽ യോഗം ഐക്യകണ്ഠേന ചുമതലപ്പെടുത്തി. നഗരസഭാ ബോർഡ് യോഗത്തിൽ മുഖ്യ അജണ്ടയായാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് വിഷയം ചർച്ച ചെയ്തത്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2 DPR നഗരസഭയിൽ സമർപ്പിക്കുകയും പണം കൈപ്പറ്റുകയും ചെയ്തതിനാൽ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ DPRകളുമായി ബന്ധപ്പെട്ട നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. ഇതിനായി കഴിഞ്ഞ 8 നടന്ന ബോർഡ് യോഗം നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരുന്നു. സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ട് കൗൺസിൽ യോഗത്തിൽ വെച്ചു. 2 കക്ഷികളുമായി സംസാരിച്ചതിന്റെ വിശദാംശങ്ങളും റിപ്പോർട്ടിലുണ്ട്. DPR തയ്യാറാക്കിയ 2 പേരും പണം കൈപ്പറ്റിയതിനാൽ പണം തിരിച്ചുപിടിക്കാനായുള്ള നടപടികളും റിപ്പോർട്ടിന്മേൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആദ്യം സമർപ്പിച്ചിരുന്ന DPR രണ്ടാമത് കക്ഷി അതേപടി പകർത്തി നഗരസഭയ്ക്ക് സമർപ്പിക്കുകയായിരുന്നു എന്ന് നിലമ്പൂർ ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. റിപ്പോർട്ട് നഗരസഭയ്ക്ക് നൽകുകയും ചെയ്തിട്ടുണ്ടെന്നും സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഞാൻ അത് ഫ്ലെക്സ് ഒന്ന് പറയാം, എല്ലാം കൂടെ ചേർത്ത് പറയാൻ കഴിയില്ല. അതായത് ഞാൻ മുൻ കൗൺസിലുകൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമുക്ക് 2 പേർക്കാണ് നൽകിയിട്ടുള്ളത്. അതിന് ആൾറെഡി ഒരാളെ ഒഴിവാക്കിയിട്ടാണ് മറ്റൊരാളെ നമ്മൾ ചെയ്തത്. ഞാൻ ഫൈനൽ പരിശോധിച്ചപ്പോൾ മുൻപ് കൊടുത്ത സിയാദ് കേസരി എന്നിവർക്ക് കൊടുത്തത് അത് ക്യാൻസൽ ചെയ്തതായിട്ടോ അത് പ്രോപ്പറായിട്ട് നോട്ടീസ് കൊടുത്ത് ക്യാൻസൽ ചെയ്തതായിട്ടോ ഞാൻ ഫയലിൽ കണ്ടിട്ടില്ല. ഒന്നത്. രണ്ടാമത്തെ വിഷയം, രണ്ടാമത് നൽകിയ ആള് കോപ്പി ചെയ്തതാണെന്ന് പറയുന്നു. കോപ്പി ചെയ്താണ് നമ്മുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിപ്പോർട്ട് ചെയ്തു. ഈ ഒരു വിഷയത്തിൽ ഞാൻ കേപ്പബിൾ അല്ല. അതുകൊണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിപ്പോർട്ട് മാത്രമേ എനിക്ക് റിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് പ്രകാരം ഇത് കോപ്പിയാണ് എന്നുള്ള കാര്യത്തിൽ അനുമാനത്തിൽ എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ രണ്ടാമത് കൊടുത്ത ആൾക്ക് ആളുമായിട്ടുള്ള കരാറ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. കഴിഞ്ഞാൽ അയാൾ ചെയ്ത തെറ്റിനും കൂടെ നമ്മളും അത് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തും. അപ്പൊ അതുകൊണ്ട് രണ്ടാമത് കൊടുത്ത ലേ ഇൻഡസ് എന്ന സ്ഥാപനത്തിന് ഒഴിവാക്കാൻ മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. അതിനോട് തന്നെ അയാളുടെ കയ്യിൽ നമ്മൾ പൈസ ഈടാക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത് DPR തയ്യാറാക്കി ഏജൻസിയോട് വിശദീകരണം ആവശ്യപ്പെടാനും ഇയാൾ കൈപ്പറ്റിയ പണം തിരികെ അടയ്ക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകാനും കൗൺസിൽ തീരുമാനിച്ചു. ആദ്യം DPR തയ്യാറാക്കിയ ആൾ പുതിയ DPR തയ്യാറാക്കാൻ സന്നദ്ധനാണെങ്കിലും അയാൾക്കോ അല്ലെങ്കിൽ പുതിയ ഏജൻസിക്കോ നൽകാനുള്ള നടപടികൾ എടുക്കാമെന്നും സെക്രട്ടറി വിശദീകരിച്ചു. ആദ്യത്തെ DPR മികവുറ്റതാണെന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ റിപ്പോർട്ടിലുണ്ട്. രണ്ടാമത്തെ DPR ഇതിന്റെ കോപ്പി പകർത്തിയതാണെന്നും പറയുന്നു. നിലവിൽ നടപടികൾ പൂർത്തീകരിച്ച ശേഷം ഇതിനായി സ്പെഷ്യൽ കൗൺസിൽ ചേരും. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സിൽക്കിന് നിർമ്മാണ പ്രവൃത്തി നൽകാനും DPR തയ്യാറാക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ഭരണസമിതിയിലാണ്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് ടെൻഡർ നടപടികൾ വരെ പൂർത്തീകരിച്ചതാണെന്നും നിലവിലെ ഭരണസമിതി ഇത് തയ്യാറാക്കിയതാണെന്നും നിലവിലെ അവസ്ഥയ്ക്ക് കാരണമെന്നും CPI അംഗം PM ബഷീർ പറഞ്ഞു. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. എത്രയും പെട്ടെന്ന് നിർമ്മാണം ആരംഭിക്കാനുള്ള നടപടികൾക്ക് കൗൺസിലിൽ പൂർണ്ണ പിന്തുണ നൽകി. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കണമെന്ന കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങൾ ശക്തമായ നടപടി സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. SS Gold, Pure Gold. SS Group, Nilambur.